ഹായ്. 2026 പ്രിലിംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ആൻഡ് യു ആർ ആൻ ആബ്സല്യൂട്ട് ബിഗനർ. യു വിഷ് ടു നോ ഇനി വരുന്ന ഒരു 4 മാസം കൊണ്ട് പ്രിലിംസ് എഴുതാൻ വേണ്ടി പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം. ഓൾസോ കുറച്ച് കാലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യാണ് ആൻഡ് നിങ്ങൾക്ക് ഇനി റിവിഷൻ എങ്ങനെ ചെയ്യണം എന്താണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ഡൗട്ട്. ഈ 2 പേരെ അഡ്രസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഐ എം വിനായക്, ദിസ് ഇസ് UPSC Vault and let's get started. അഡ്രസ്സിംഗ് ദി ആബ്സല്യൂട്ട് ബിഗിനേഴ്സ്. നിങ്ങൾക്ക് ഞാനൊരു 8-9 PDF തരാം. അതിൽ നിങ്ങൾ ഓരോ PDF ഓരോ സബ്ജക്റ്റിന്റെ ആണ്. അതെടുക്കുക, ഒരാഴ്ച കൊണ്ട് ഒരു സബ്ജക്റ്റ് തീർക്കുക. ആൻഡ് ആ ഒരാഴ്ച കൊണ്ട് ഒരു സബ്ജക്റ്റ് 5 days കൊണ്ട് ഒരു സബ്ജക്റ്റ് തീർത്തിട്ട് സാറ്റർഡേയും സൺഡേയും കൂടി നിങ്ങൾ അതിന്റെ സെക്ഷണൽ ടെസ്റ്റ് എടുക്കുക. സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ എവിടെ സെർച്ച് ചെയ്താലും കിട്ടും. ഇന്ന സബ്ജക്റ്റിന്റെ UPSC സെക്ഷണൽ ടെസ്റ്റ് അടിച്ചാൽ മതി. ആൻഡ് ഓരോ ദിവസവും ഒരു 4 ചാപ്റ്റർ വീതം 3-4 ചാപ്റ്റർ വീതം നോക്കുക. രാത്രി നിങ്ങൾ അതിന്റെ ക്വിസ് GPT-നോട് ചോദിച്ചിട്ട് ചാപ്റ്റർ വൈസ് ഈ പറഞ്ഞ പോലെ ഒരു 100 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ടി പറയാം. അതായത് GPT-നോട് പറയാം, തരുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഒരു 2 or 4 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും 3 ചാപ്റ്റർ വീതം ഒരു ദിവസം തീരും. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരു സബ്ജക്ട് തീരും. അങ്ങനെ ഒരു 1.5 മാസം കൊണ്ട് ഈ സബ്ജക്റ്റുകളൊക്കെ ഫസ്റ്റ് റീഡിങ്ങും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അടുത്ത ഒരു മാസം കൊണ്ട് ഈ 8-9 സബ്ജക്റ്റുകൾ എല്ലാം ഒരു മാസം കൊണ്ട് റിവിഷൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ ഒരു ക്ലാരിറ്റിയും കുറച്ചും കൂടി ടു ദ പോയിന്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു എ ബൂസ്റ്റ്. ആൻഡ് 2026 പ്രിലിംസ് എഴുതാൻ പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒന്നുമില്ലാതെ പോകുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ഈ പറഞ്ഞ പോലെ അബ്സല്യൂട്ട്ലി നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പുഷ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പോലെ ഒരു 8 hours ഒക്കെ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്രയും ചാപ്റ്റർ തീർത്തിട്ട് നിങ്ങൾക്ക് സെൽഫ് ക്വിസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ. ആൻഡ് ഈ സാധനങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ CSAT കൂടി പ്രാക്ടീസ് ചെയ്യണം. CSAT പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഓരോ PYQs എടുക്കുക. ഒരു വീക്കിൽ ഒരു PYQ ചെയ്ത് തീർക്കുക. PYQ ചെയ്ത് തീർക്കുക എന്നുള്ളത് ഇപ്പോൾ CSAT ഞാൻ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ കോമ്പറേഷൻ ഐഡന്റിഫൈ. ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ CSAT കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നൗ കമ്മിങ് ടു കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മന്ത്ലി മാഗസീൻസ് കിട്ടും. അപ്പോൾ ഈ മന്ത്ലി മാഗസീൻസിനും നിങ്ങൾ 1 മണിക്കൂർ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു 3 ചാപ്റ്ററുകൾ നോക്കണം ഒരു ദിവസം, 1 മണിക്കൂർ നിങ്ങൾ CSAT നോക്കണം, 1 മണിക്കൂർ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കണം. സോ കണ്ടോ, ഒരു ഓൾമോസ്റ്റ് 8 മണിക്കൂറിന്റെ പരിപാടിയാണ് ഒരു ദിവസം പോകുന്നത്. പിന്നെ രാത്രി 1 മണിക്കൂർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വിസിങ്ങും കൂടി ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം എല്ലാ സാധനങ്ങളാകും, പക്ഷെ ഒരു 8-9 മണിക്കൂർ പോകും. ഇതിപ്പം വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയം ഇപ്രാവശ്യത്തെ പ്രിലിംസ് എഴുതണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരോട്. നൗ ദ സെയിം തിങ്, ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇനി റിവിഷൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളതിനും സെയിം ആൻസർ ആണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഈ സാധനങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി. ഫോളോ ചെയ്യുമ്പോൾ ആലോചിച്ച് രാവിലെ ഈ ചാപ്റ്റർ തീരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഒരു പ്രാവശ്യം റീഡിങ് നടത്തുക അല്ലെങ്കിൽ റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. അതായത് മറ്റവർക്ക് ബിഗിനേഴ്സ് 1.5 മാസം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 1 മാസം കൊണ്ട് തീർക്കുക. കാരണം നിങ്ങൾ കുറച്ചു കാലമായിട്ട് വായിക്കുന്നതാണ്. സോ ചില ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ആൻഡ് ആബ്സല്യൂട്ട്ലി NCERT തൊടാൻ വേണ്ടി പോകരുത്. അതല്ലാതെ ഞാൻ തരുന്ന അല്ലാതെ വേറെ ബുക്കുകളൊന്നും തൊടാൻ വേണ്ടി പോകരുത്. ബേസിക് ബുക്സോ സ്റ്റാൻഡേർഡ് ബുക്സോ ഒന്നും തൊടാൻ വേണ്ടി പോകരുത്. കാരണം അതൊക്കെ ഈ പറഞ്ഞ പോലെ ടൈം എടുത്ത് വായിക്കാനുള്ള സാധനങ്ങളാണ്. ടൈം എടുത്ത് വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഞാൻ തരുന്ന ബുക്ക് വായിക്കുക എന്നുള്ള സ്പോൺസേർഡ് വീഡിയോ അല്ല. ആൻഡ് ഞാൻ ഫോളോ ചെയ്യുന്ന റിസോഴ്സ് ആയതുകൊണ്ടും അതിൽ ടു ദ പോയിന്റ് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തരുന്നത്. So that's it. If you wish to do the prelims, you should follow this plan only. There is nothing else you can do. And കറണ്ട് അഫയേഴ്സ് നോക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെക്ഷണൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ആൻഡ് ദാറ്റ് മീൻസ് ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യില്ല ബിക്കോസ് ഫോർ ബേസിക് ഓബിയസ് റീസൺസ്. ബട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ ഇതാ കിട്ടും. ആൻഡ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ UPSC പ്രിലിംസ് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റ് 2026 നമുക്ക് സെർച്ച് ചെയ്താൽ മതി. സോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. കണ്ടിന്യൂ യുവർ പ്രിപ്പറേഷൻ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഇറ്റ്സ് എൻ എക്സാം. ആൻഡ് ആബ്സല്യൂട്ട് ബെസ്റ്റ് പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യു ഷുഡ് ടേക്ക് യുവർ ബ്രേക്സ്. I don't know. Take care. Have a wonderful day. Bye. See you in the next video. Any doubts ഉണ്ടെങ്കിൽ ചോദിക്കുക. It's absolutely fine. I will try to answer my best. Bye.